നമസ്കാരം. കേട്ടറ്റ് HSA പരിശീലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് മോട്ടിവേഷൻ, അഭിപ്രേരണ. എന്താണ് മോട്ടിവേഷൻ എന്നും 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഏതെല്ലാമെന്നും കൂടാതെ എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സുമാണ് ഇന്ന് പഠിക്കുന്നത്. മോട്ടിവേഷൻ, അഭിപ്രേരണ. Motivation is the process of arousing or initiating movement in the organism. എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ? ജീവജാലങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ മുൻകൈയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് മോട്ടിവേഷൻ. Motivation is something which prompts, compels and energizes an individual to act in a particular manner at a particular time for attaining some specific goal. എന്താണ് ഇവിടെ പറഞ്ഞത്? ചില സ്പെസിഫിക് ഗോൾ നേടിയെടുക്കാൻ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് മോട്ടിവേഷൻ. Motivation brings the learner in the proper frame of mind for learning. It concentrates the attention and energy of a learner on the activity or knowledge to be learned. ഒരു പഠിതാവിനെ എങ്ങനെയാണ് മോട്ടിവേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്? മോട്ടിവേഷൻ പഠിതാവിനെ പഠനത്തിനുള്ള ഒരു ശരിയായ ഫ്രെയിം ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഫ്രെയിം ഓഫ് മൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിതാവിനെ ശരിയായ ഒരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. ഈ മാനസികാവസ്ഥ പഠിതാവിൻ്റെ ശ്രദ്ധയും ഊർജവും പഠിക്കേണ്ട പ്രവർത്തനത്തിലോ അറിവിലോ കേന്ദ്രീകരിക്കുന്നു. നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻട്രൻസിക് മോട്ടിവേഷൻ, ആന്തരിക അഭിപ്രേരണ. സെക്കൻഡ് വൺ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ. What is intrinsic motivation? When students are motivated by factors within themselves or inherent in the task they are performing, such motivation is called intrinsic motivation. എന്താണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ? വിദ്യാർത്ഥികൾ അവരുടെ ഉള്ളിലുള്ള ഘടകങ്ങളാൽ മോട്ടിവേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഇൻഹറൻ്റായി കിട്ടിയ മോട്ടിവേഷൻ ആണെങ്കിൽ അത്തരം മോട്ടിവേഷനാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇത് ഈസിയായി മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, they may engage in an activity because it gives them pleasure, helps them develop a skill they think is important or is the ethically right thing to do. എന്താണ്? നമുക്ക് സന്തോഷം നൽകുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതോ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സ്കില്ലിന് സഹായകമാകുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ധാർമ്മികമായി ശരിയായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് കരുതിയോ ആണ് ഒരു വ്യക്തി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അതാണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആന്തരിക പ്രചോദനം. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡാൻസ് കൂടി പഠിച്ചാൽ അത് എനിക്ക് ഹെൽപ്ഫുള്ളായി തീരും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഗാന്ധിജി ദണ്ഡിയാത്ര ചെയ്തതുപോലെ ധാർമ്മികമായി ഞാൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അത് എന്ന് ചിന്തിച്ചാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ചെയ്തത്. അതുപോലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ധാർമ്മികമായി ഞാൻ ഏർപ്പെടേണ്ട പ്രവർത്തനമാണ് അത് എന്ന് ചിന്തിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്നിലെല്ലാം ആന്തരിക അഭിപ്രേരണയാണ്. നെക്സ്റ്റ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ബാഹ്യ അഭിപ്രേരണ. When students are motivated by factors external to themselves,
and unrelated to the task they are performing. Such motivation is called extrinsic motivation. എന്താണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ? ഒരു വിദ്യാർത്ഥി ചെയ്യുന്ന ടാസ്ക് പുറത്തു നിന്നുള്ള ഘടകങ്ങളുമായി മോട്ടിവേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം മോട്ടിവേഷനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ബാഹ്യ അഭിപ്രേരണ. ഫോർ എക്സാമ്പിൾ, they may want to good grades, money or recognition that particular activities and accomplishments bring. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി മികച്ച പ്രവർത്തനങ്ങൾക്കും നേട്ടങ്ങൾക്കും അവന് ലഭിക്കുന്ന ഗ്രേഡുകളോ പണമോ അംഗീകാരമോ ആഗ്രഹിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ബാഹ്യ അഭിപ്രേരണയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് ആണ് നോക്കുന്നത്. ഈ തിയറി സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നും ഹൈറാർക്കി ഓഫ് മോട്ടീവ്സ് എന്നും ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട്. സ്വന്തം കഴിവുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു പ്രേരണ എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കും. അതിനാൽ സ്വന്തം വ്യക്തിത്വം ആത്മയാഥാർത്ഥ്യവൽക്കരണം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് അയാൾ നടത്തുന്ന പരിശ്രമത്തെ ആശ്രയിച്ചായിരിക്കുമെന്ന് മാസ്ലോ അഭിപ്രായപ്പെട്ടു. മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Abraham Maslow has proposed that intrinsic motivation emerges only after other, more basic human needs have been satisfied. എന്താണ് മാസ്ലോ നിർദ്ദേശിച്ചത്? ഓരോ വ്യക്തിയിലും ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ആന്തരിക അഭിപ്രേരണ ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഉയർന്നു വരുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടതിന് ശേഷമാണ്. Maslow proposed that people have 5 basic kinds of needs that they to satisfy. മനുഷ്യർക്ക് 5 അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടെന്ന് മാസ്ലോ നിർദ്ദേശിച്ചു. ആദ്യത്തെ നീഡ്സ് സാറ്റിസ്ഫൈ ആകുമ്പോഴാണ് അടുത്ത നീഡിലേക്ക് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആവശ്യങ്ങൾ തൃപ്തികരമായി നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള മോട്ടിവേഷൻ കുറയുന്നു. നമുക്ക് ആ 5 നീഡ്സ് ഏതെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്കൻഡ് വൺ സേഫ്റ്റി നീഡ്സ്, തേർഡ് വൺ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ഫോർത്ത് വൺ എസ്റ്റീം നീഡ്, ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ. Maslow grouped various needs into 5 categories ranked by priority. First one, physiological needs. Physiological needs include need for oxygen, water, food, sleep, rest and sex. ഇതാണ് ശാരീരിക ആവശ്യങ്ങളിൽ പെടുന്നത്. ഓക്സിജൻ, വെള്ളം, ഭക്ഷണം, ഉറക്കം, വിശ്രമം, സെക്സ് എന്നിവയുടെ ആവശ്യകതയാണ് ഫിസിയോളജിക്കൽ നീഡായിട്ട് ഫസ്റ്റ് നീഡായ ഫിസിയോളജിക്കൽ നീഡായിട്ട് മാസ്ലോ പറയുന്നത്. ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് സെക്കൻഡ് നീഡിലേക്ക് പോവുകയുള്ളൂ എന്നാണ് മാസ്ലോ അഭിപ്രായപ്പെട്ടത്. സെക്കൻഡ് നീഡ് സേഫ്റ്റി നീഡാണ്. ഈ സേഫ്റ്റി നീഡിൽ ഇൻക്ലൂഡ് നീഡ് ഫോർ ഫീലിംഗ് സേഫ് ആൻഡ് സെക്യൂർ ഇൻ വൺസ് ലൈഫ് ആൻഡ് ദി ആബ്സെൻസ് ഓഫ് ഡേഞ്ചർ. ഒരാളുടെ ജീവിതത്തിൽ അപകടമില്ലാതെ സുരക്ഷയും സംരക്ഷണവും അനുഭവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സേഫ്റ്റി നീഡിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്. ഇൻക്ലൂഡ് നീഡ് ടു ഹാവ് ഫ്രണ്ട്സ്, ടു ലവ്ഡ് ആൻഡ് അക്സെപ്റ്റഡ് ബൈ അതർ പീപ്പിൾ, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് ടു ബിലോങ് ടു എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻസ്. സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യം, മറ്റുള്ളവരാൽ
സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുക, സാമൂഹിക ബന്ധങ്ങളുടെ ഒരു നെറ്റ്വർക്കിൽ അംഗമാവുക എന്നതാണ് തേർഡ് നീഡായ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ഫോർത്ത് നീഡ് എസ്റ്റീം നീഡ്. ഇൻക്ലൂഡ് നീഡ് ടു ഡെവലപ്പ് സെൽഫ് റെസ്പെക്റ്റ്, gain to recognition and approval of others and to achieve success. ആത്മാഭിമാനം വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും നേടുക, വിജയം വരിക്കുക എന്നിവയാണ് ഫോർത്ത് നീഡായ എസ്റ്റീം നീഡിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് നീഡാണ് നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. Include need for realizing one's own individual potentialities and the need for self-fulfillment, that is the desire to become all that one is capable of becoming. അതായത് സ്വന്തം വ്യക്തിഗത സാധ്യതകൾ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യകത, ഒരാൾ എന്താകാൻ സാധിക്കുമോ അതിൻ്റെ പരിപൂർണതയിൽ ആകാനുള്ള ആവശ്യകത, അതായത് ഒരാൾക്ക് എന്തൊക്കെ ആവാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ആകാനുള്ള ആഗ്രഹം. സിമ്പിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കഴിവുകൾ കാര്യക്ഷമമായ രീതിയിൽ പരമാവധി യാഥാർത്ഥ്യമാക്കാൻ കഴിയുക എന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മോട്ടിവേഷൻ ബേസ് ചെയ്ത് മുൻ ടെസ്റ്റുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോ എക്സ്പ്ലെയിൻഡ് തിയറി ഓഫ് മോട്ടിവേഷൻ ഇൻ ദി പെർസ്പെക്റ്റീവ് ഓഫ് എ നീഡ്സ്, ബി റിവാർഡ്സ്, സി എക്സ്പെക്റ്റൻസി, ഡി ഒബ്ജക്റ്റീവ്സ്. ആൻസർ എ നീഡ്സ്. Question number 2. Which of the following statements about motivation is not true? It is an act stimulating interests in pupils. B. It compels the person to reach a goal. C. It is an internal as well as external process. D. It furthers and directs the activity. Answer C. It is an internal as well as external process. Question number 3. Safety needs refers to the protection of the organism from his enemies of the environment. The enemies here referred to A. the fellow being, B. heat, cold or rain, C. both of these, D. none of this. Answer A. the fellow being. Question number 4. Which type of needs is fulfilled by games and co-curricular activities? A. Needs of belongingness, B. Safety needs, C. Physiological needs, D. esteem needs. Answer C. Physiological needs. Question number 5. Does is considered as a sign of motivated teaching? A. Maximum attendance in the class, B. Remedial work given by the teacher, C. Questioning by students, D. Pin drop silence in the class. Answer C. Questioning by students. Question number 6. A child performing well in the class must be A. recognized, B. given reward, C. prized, D. all of this. Answer D. all of this. Question number 7. Which of the following is the topmost need of Maslow's hierarchy of motives? A. Physiological needs, B. Safety needs, C. Self-esteem, D. Self-actualization. Answer D. Self-actualization. Question number 8. The source of motivation: A. Environment, B. Intrinsic,
C. Extrinsic. D. 2 and 3 above. Answer D. 2 and 3 above. Question number 9. Intrinsic source of motivation are A. Needs. B. Motives. C. Both 1 and 2. D. Interests. Answer C. Both 1 and 2. Question number 10. Extrinsic source of motives are A. Price. B. Grade. C. Reward. D. All the above. Answer D. All the above. 11ാമത്തെ ചോദ്യം. 80 വയസ്സുകാരനായ രാഘവൻ മക്കളൊക്കെ ഉദ്യോഗസ്ഥരായിട്ടും ആശാരിപ്പണി ചെയ്ത് ജീവിക്കുന്നു. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ആൻസർ അഭിപ്രേരണ. 12ാമത്തെ ചോദ്യം. ശ്രേണി സിദ്ധാന്തപ്രകാരം ഏറ്റവും താഴെയുള്ള ആവശ്യങ്ങൾ മുതൽ മുകളിലോട്ട് ക്രമപ്രകാരം എഴുതുക. ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നീ ആവശ്യങ്ങൾ, അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ആത്മയാഥാർത്ഥ്യവൽക്കരണം. 13ാമത്തെ ചോദ്യം. മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത്? ആൻസർ സ്നേഹം, സ്വന്തമെന്ന ബോധം എന്നീ ആവശ്യങ്ങൾ. 14ാമത്തെ ചോദ്യം. ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടാതെ ഒരു പ്രവൃത്തിയിൽ അതിലുള്ള താല്പര്യം മൂലം ഏർപ്പെടുന്നതിനുള്ള അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ. 15ാമത്തെ ചോദ്യം. അഭിപ്രേരണ അളക്കാനുള്ള പരീക്ഷ. തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ചോദ്യം 16. അവ്യക്തമായ ചില ചിത്രങ്ങൾ തന്നിട്ട് അതിനെ ആസ്പദമാക്കി കഥ എഴുതാൻ ആവശ്യപ്പെടുന്നത് ഏതിനെ വിലയിരുത്താനാണ്? അഭിപ്രേരണ. നെക്സ്റ്റ് ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും ഡിഫൈൻ ചെയ്യാണ്. ആന്തരിക അഭിപ്രേരണ ബാഹ്യമായ പ്രോത്സാഹനങ്ങളല്ല, മറിച്ച് നൈസർഗികമായ അല്ലെങ്കിൽ ജന്മസിദ്ധമായ വാസനകൾ, ത്വരകൾ, ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ അയാൾക്ക് ലഭിക്കുന്ന സംതൃപ്തി എന്നിവയാണ് ഒരാളെ പ്രവർത്തന നിരതമാക്കുന്നത് എങ്കിൽ അതാണ് ആന്തരിക അഭിപ്രേരണ. സമ്മാനങ്ങളോ നേട്ടങ്ങളോ അംഗീകാരങ്ങളോ ആണ് ഒരാളെ പ്രവർത്തന നിരതമാക്കുന്നതെങ്കിൽ അതാണ് ബാഹ്യ അഭിപ്രേരണ. ഇന്ന് നമ്മൾ എന്താണ് മോട്ടിവേഷൻ എന്നും 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ ഏതെല്ലാമെന്നും എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് മോട്ടീവ്സുമാണ് പഠിച്ചത്. ക്ലിയറായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.